ഹലോ, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിന് ശേഷമായിട്ട് ഒരു 12 മണിക്കൂർ ഷിഫ്റ്റ് ഇവിടെ ICUവിൽ എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു 7 മണിയോടുകൂടി ഷിഫ്റ്റ് തുടങ്ങും. നമ്മൾ ആദ്യമേ തന്നെ ഒരു ഇനിഷ്യൽ ഒരു ഗ്രൂപ്പ് ഹാൻഡ് ഓവർ, അതിനുശേഷം ബെഡ് സൈഡ് ഹാൻഡ് ഓവർ നമ്മൾ സാധാരണ എടുക്കുന്നത് പോലെ ഹാൻഡ് ഓവർ എടുത്തതിന് ശേഷം ഒരു സേഫ്റ്റി ചെക്ക് ചെയ്യണം. റൂമിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ അത് മീറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് നമ്മൾ പേഷ്യൻറ്റ് അസസ് ചെയ്യും. പേഷ്യൻറ്റിനെ അസസ് ചെയ്യാൻ അസസ്മെൻറ്റ് ടൂളുണ്ട്. അതിനകത്ത് പേഷ്യൻ്റ് അസസ്മെൻറ്റിനകത്ത് വൈറ്റൽ സയൻസും എല്ലാം വരും. അതെല്ലാം ചെക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഷൻ വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നോട്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുകയോ നമ്മൾ എന്തെങ്കിലും ചെയ്യാവുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുകയോ വേണം. അതല്ലാതെ പേഷ്യൻറ്റിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെയിനോ അതുപോലെയുള്ള അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ അപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യും. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ കംഫർട്ടബിളാക്കി നമ്മളവിടെ ഇരുത്തിയതിന് ശേഷം നമ്മൾ രാവിലെ മെഡിസിൻ കൊടുക്കാനുള്ളതും രാവിലെ വിട്ട ബ്ലഡ് റിസൾട്ട്സിൻ്റെ റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ആ സമയമാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് വരും. പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റിലായിരിക്കുന്ന സമയത്ത് ബ്ലഡ് റിസൾട്ട്സിൻ്റെ എന്തെങ്കിലും കറക്ഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഏകദേശം ആ സമയമാകുമ്പോൾ മോർണിംഗിൽ റൗണ്ട്സ് വരും. പിന്നെ റൗണ്ട്സിൽ അന്നത്തേക്കുള്ള പ്ലാൻ റെഡിയാക്കും. ആ പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം പേഷ്യൻ്റ് എന്തെങ്കിലും ഹൈജീനിക് നീഡ്സ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. പിന്നെ മൊബിലിറ്റിയിൽ ഫിസിയോ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതല്ല തന്നെ നടക്കാവുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മുടെ ഹെൽപ്പും കൂടെ വേണമെങ്കിൽ നമ്മൾ ചെറിയൊരു അസിസ്റ്റൻസ് കൊടുക്കും. അപ്പം അവർ വോക്ക് ചെയ്ത് തന്നെ ഇരിക്കുവോ പിന്നെ വന്ന് ബെഡിൽ കിടക്കുവോ അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഓരോ സമയത്ത് ഫുഡ് കഴിച്ച് പിന്നെ ഫാമിലി വിസിറ്റ് ഉണ്ടാവും. ഫാമിലീസിന് ഇവിടെ എപ്പം വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. നോ റെസ്ട്രിക്ഷൻസ്. ഡോക്ടേഴ്സിനോട് സംസാരിക്കണമെങ്കിൽ അവർക്ക് പെർമിഷൻ എടുത്തിട്ട് അവർക്ക് ഡോക്ടേഴ്സിനോട് സംസാരിക്കാനും ഉള്ള പെർമിഷനുണ്ട്. ഇവിടെ ഡോക്ടേഴ്സ് എല്ലാം തന്നെ എല്ലാ മെഡിക്കൽ അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ വിവരങ്ങളും പേഷ്യൻസിനോടും ഫാമിലിയോടും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒന്നും ഹൈഡ് ചെയ്ത് വെക്കാറില്ല. ആ ഡിസ്കഷനിൽ പേഷ്യൻറ്റിനെയും ഇൻക്ലൂഡാക്കും, ഫാമിലിയെ ഇൻക്ലൂഡാക്കും. അങ്ങനെ ഹൈഡൊന്നും ചെയ്യത്തില്ല. എന്ത് ഡൗട്ടും അവർക്ക് ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അൺലിമിറ്റഡ് വിസിറ്റിംഗ് ടൈമും ഉണ്ട്. ഫാമിലിയായിട്ട് ഒത്തിരി നേരം ഇവിടെ പേഷ്യൻസ് സ്പെൻഡ് ചെയ്യാറുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ആ ഹോസ്പിറ്റൽ സ്റ്റേയിൽ അവരിയ്ക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെല്ലാം ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ ഇവർക്കുണ്ട്. എല്ലാ നേരവും ഫുഡ് ഫ്രീ ആണ്. അവർക്ക് അവരുടെ മെനു ചൂസ് ചെയ്യാം. ഓരോരുത്തരുടെ അസുഖത്തിൻ്റെ അനുസരിച്ച് ഡയറ്റ് പ്ലാന് ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവർക്ക് ചൂസ് ചെയ്യാം. ഇവൻ ഡയബറ്റിക് ആണെങ്കിലും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഐസ്ക്രീമും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഫുഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരെയും അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അവർക്ക് കഴിക്കാം. പിന്നെ കുറച്ച് ബ്ലഡ് ഷുഗറൊക്കെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പരുവത്തിന് ഇൻസുലിൻ അങ്ങ് കൊടുക്കുക, അതാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള കാര്യങ്ങളാണ് ജനറലി ഞാൻ പറയുന്നത്. ഇത് എല്ലാം ഞാൻ പേഴ്സണലി നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. പിന്നെ അങ്ങനെയാണ് ഓരോ ദിവസവും പോകുന്നത്. പിന്നെ ഒരു ICUവിലെ ക്രിട്ടിക്കലി അൺവെല്ലായിട്ടുള്ള പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും ഒക്കെ ഡിഫറെൻ്റാണ്. ഇത് ഏകദേശം സ്റ്റേബിളായിട്ടുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് ഇങ്ങനെ പോകുന്നത്. സീരിയസ്ലി അൺവെല്ലായിട്ടുള്ള ICU പേഷ്യൻ്റ് ഏകദേശം ഇങ്ങനെ ഈ സ്റ്റെപ്സൊക്കെയാണ്. ബട്ട് അൺവെല്ലായിട്ടുള്ള പേഷ്യൻറ്റിന് നമ്മൾ അവരുടെ അതായത് സിറ്റുവേഷനും ഓരോ നീഡ്സും പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ മാനേജ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഷിഫ്റ്റിൽ സാധാരണഗതിയിൽ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.